RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് മൂത്താംതറയിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് നിന്ന് മാരക സ്ഫോടക വസ്തു കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. കല്ലേക്കാട് സ്വദേശിയായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി. സുരേഷ് RSS BJP പ്രവർത്തകനാണെന്ന് CPIM-ഉം കോൺഗ്രസും ആരോപിച്ചു. എന്നാൽ ആരോപണം BJP തള്ളി. സുരേഷ് അടക്കം കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 20 വൈകിട്ടാണ് RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് പൊട്ടിത്തെറിയുണ്ടായത്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദ്, ഫാസിൽ എന്നീ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കല്ലേക്കാട് സുരേഷിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. സുരേഷ് BJP പ്രവർത്തകനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ വിഷയം BJPക്കെതിരെ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് CPIM-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. BJP-യുടെയും RSS-ന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിനെ ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിരവധി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളും എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. ആ പ്രദേശവും RSS-ന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അന്ന് തന്നെ അത് ക്വിക്കായിട്ട് പോലീസ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സംഭവം ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, ഈ പിടിച്ചു പറയുന്ന ആളുടെ വീട്ടിലാണ് ഇപ്പോൾ 12-ലേറെ ബോംബ് കണ്ടെത്തി പറയുന്നത്. 100% ആ ചുറ്റുപാടും അതുപോലെ തന്നെ ഹൗസ് സ്കൂൾ കൈകാര്യം ചെയ്യുന്നൊക്കെ BJP RSS-കാർ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ്. എന്നാൽ സുരേഷ് BJP പ്രവർത്തകനാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വാദം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയെ തൊട്ടടുത്ത ദിവസം അന്ന് കണ്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, യഥാർത്ഥ പ്രതികളെയും ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. സുരേഷ്, ഫാസിൽ, നൌഷാദ് തുടങ്ങി കസ്റ്റഡിയിലുള്ള 3 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ന്യൂസ് മലയാളം, പാലക്കാട്.